നാടൻ കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞു. നാടൻ കഴിഞ്ഞിട്ട് തരാം. ഒന്നും ഞാൻ എന്താക്കണ പൈസന്റെ കാര്യം അതും ചോദിച്ചു ഇന്റർവെൽ ആവട്ടെ എന്ന് പറഞ്ഞു. ഇന്റർവെൽ എത്തണ്ടേ? അപ്പൊ അതും പോയി. നീ പോകുന്നുണ്ടോ? സംശയം ചോദിക്കണ്ട. ഈ സംശയം എന്നോട് ഇപ്പൊ കാര്യം പറഞ്ഞു. ഈ കൂട്ടത്തിൽ സുന്ദരനായിട്ട് നല്ല ബോധി ഈ നാടകം എങ്ങാനും അല്ല പാടൂല. പ്രായത്ത് പാടാൻ വഴിയില്ല. 25 പ്രാവശ്യം അടി കിട്ടുമ്പോൾ പ്രാക്ടീസ് ആയില്ല. അടി കിട്ടുന്ന കേസ് വരികയാണെങ്കിൽ ഇവിടുന്ന് നീ അവര് കഷ്ടത്തിന് വേണ്ടി തേങ്ങ വെച്ചിട്ട് സർവഞ്ചത്തിലെ ജയന്റെ മാതിരി അങ്ങോട്ടൊരു വാക്ക് ഇങ്ങോട്ടൊരു വാക്ക്. അപ്പൊ നമ്മള് ഫണ്ടിങ് കേട്ടോ റെഡി. നമ്മളെ കുട്ടിയ ഇനി സംശയം ഞാൻ ചവിട്ടും. ഞാൻ ഇപ്പത്തുണ്ടേ സഹൃദയരെ, വീണ്ടും ഈ കൊല്ലം ഞങ്ങളുടെ പേരിൽ നിങ്ങൾക്കൊരു നല്ലൊരു ബാലെ അല്ല നാടകമാണ് എന്തായാലും അവതരിപ്പിക്കാനുള്ള പരിപാടി. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായിന്ന് വരും, സ്ഥിരമായിട്ട് ഉണ്ടാവാറുള്ളതാണ്. സാധാരണ എറിയുന്ന വരി ചെരുപ്പ് എറിയണം, നല്ല പുതിയ ചെരുപ്പ് എറിയണം. പിന്നെ എറിയാൻ വേണ്ടി പോയിന്റ് ഞങ്ങളൊന്ന് പഠിക്കണം. പിന്നെ ഇതിലൊക്കെ പകുതി ആൾക്കാരെയും അവിടെ നിന്ന് ഇപ്പൊ നിങ്ങളെന്നെ കേട്ടില്ലേ, ആൾക്കാരെ ഇവരിവര് സൗകര്യത്തിന് മാറ്റി ഒരങ്ങനായിട്ടുള്ള വിഷ്ണുവിനെ എടുത്ത് മാറ്റിയിട്ട് വേറൊരു പഠിക്കനെ കൊണ്ടാണ്. ഇനി ആരൊക്കെയാണോ മാറാൻ പോണ പഠിച്ചോനെ. അപ്പൊ ഞാൻ നിങ്ങളെ സമ്മതത്തോടു കൂടി പരിപാടി തുടങ്ങാൻ പോകും. ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. നേരം പോക്കായി പാമ്പും കോണിയും കളിക്കാം യുദ്ധു. ശരി കുലിക്കും. നേരം പോക്കായി പാമ്പും കോണിയും കളിക്കാം യുദ്ധു. ശരി ദുരു കുലിക്കിടു. അല്ല, നമ്മുടെ വസ്ത്രാക്ഷേപത്തിന്റെ സമയമായോ ജ്യേഷ്ഠ? എന്ത്? സാരി അയക്കാനുള്ള സമയമായോ? ഇല്ലില്ല, കളി തുടങ്ങിയിട്ടുണ്ട്. സമയമാവുമ്പോൾ വിളിക്കാം. ഞാനവിടെ പുറത്തുണ്ട്, ഒരു മിസ് കോൾ അടിച്ചാൽ മതി. എന്താ അവിടെ പുറത്ത് പരിപാടി? ജാൻസൺസ് ലുങ്കിയും ബനിയനും പുറത്തിട്ടിട്ടുണ്ട്. കാക്ക ഡിഷും വെക്കുന്നുണ്ടോ നോക്കണം. ഹായ്. 1 2 3 4 കളിക്കൂ. ഇനി നിന്റെ യൂഴം. പാമ്പ് വിഴങ്ങൂ. പറയൂ, എന്താണ് നിനക്ക് പണയം വയ്ക്കാനുള്ളത്? തനിത്തങ്കത്തിൽ പൊതിഞ്ഞ കലക്കത്ത് ജ്വല്ലേഴ്സിന്റെ മുഴുവൻ ഷോറൂമും എന്റെ ഇട്ടിന് വേണ്ടി ഞാൻ പണയം വെക്കുന്നു. വേഗം കളിക്കൂ മക്കളെ, പാരിജാതം തുടങ്ങാൻ നേരമായി. പറ്റില്ല, വീരമാർത്താണ്ഡവർമ്മ കണ്ടിട്ട് മതി പാരിജാതം. കണ്ണു കാണാത്ത നിങ്ങൾക്ക് എന്തോന്ന് കാണാനാ? ശബ്ദമെങ്കിലും കേൾക്കാലോ. ബോക്സിംഗ് കഴിയാതെ ഒരു പരിപാടിയും ആരും ഇവിടെ കാണൂല. വിഷയത്തിൽ നിന്ന് മാറുന്നു. കളി തുടങ്ങട്ടെ. ഇനി എന്തുണ്ട് പണയം വെക്കാൻ? കൃവാദീപും ഗുരുവായൂർ ഷോട്ടും ഞാനിതാ അടിയേറി വെക്കുന്നു. അതിന്മേ തൊട്ടുള്ള കളി വേണ്ട. അതിന്റെ ആധാരമൊക്കെ പണ്ടേ ബ്ലേഡ് കമ്പനിക്കാര് കൊണ്ടുപോയി. നിങ്ങൾ ദ്രൗപതിനെ പണയം വെക്കി. ഏല് വേദനയാണ്ട് സ്ഥലം വിട് മോനെ ദിനേശ. കളി തുടരട്ടെ ദുരു. വീണ്ടും താഴോട്ട്. ഇനി എന്തുണ്ട് പണയം വെക്കാൻ? ഞങ്ങളുടെ പ്രിയപ്പെട്ട അനുഭവം തടിമാടൻ കുട്ടൻ ഭീമൻ. ആയിക്കോട്ടെ, മില്ലിൽ തടി പിടിക്കാനായി. മക്കളെ, 101 എണ്ണത്തിന് തീറ്റി പോറ്റാൻ തന്നെ ഞാൻ പിച്ച നെണ്ടുകയാ. ഈ തീറ്റി പണ്ടാരത്തിന് നമുക്ക് വേണ്ട. ഇങ്ങനെ നോക്കണ്ട, നല്ലോണം അധ്വാനിക്കും. ഇവരില്ലെങ്കിൽ ഞങ്ങൾ കഞ്ഞി കുടിക്കില്ല. ഈ അമ്മ കുറെ നേരമായി ടെലിഫോണിൽ തന്നെ. അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ അരമണിക്കൂറിൽ കൂടുതൽ സംസാരിക്കരുതെന്ന്? ആരായിരുന്നത്? ഒരു റോങ് നമ്പർ തെറ്റിയതാണെങ്കിലും വിളിച്ചാലും ഞാൻ നിരാശപ്പെടുത്തിയില്ല. അടുത്ത തിരുവാതിര കളിക്ക് വരാമെന്ന് ഏറ്റിട്ടുണ്ട്. വിളിച്ചത് ആണോ പെണ്ണോ? അത് ചോദിക്കാൻ വിട്ടുപോയി. ഒന്ന് വിളിക്കട്ടെ.
എന്താണിത്? കളി തുടരട്ടെ. അല്ല, ഞാനെത്ര നേരമായിട്ട് കാത്തു നിൽക്കുക. നിങ്ങൾ ദ്രൗപദീനെ പണം വെക്കി. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് KPCCന്റെ മീറ്റിങ്ങിന് പോവാൻ. അത് കഴിഞ്ഞ് ജനവാസി കമ്മീഷന്റെ രൂപീകരണം പിരിച്ചുവിടുന്നു. അതിൽ ഞാനും മെമ്പറാണ്. താൻ വെറും ഒരു മെമ്പർ, ഞാനോ പാട്രൺ. ഇയാൾ ഓരോന്ന് തുടങ്ങി വെക്കും, പിന്നെ ഇയാൾ തന്നെ ഓരോന്നിന്റെ പാറ്റേൺ മോന്തെ അടിച്ച് ഗുരുവായൂർ എത്തിക്കും ഞാൻ. സ്ഥലം വിട്. കളി തുടരട്ടെ. മക്കളെ, നിങ്ങൾക്ക് ഈ പാമ്പും കോണി നിർത്തിക്കൂടെ? എന്നിട്ട് ലൂഡോ കളിച്ചൂടെ? നിങ്ങൾക്ക് ഈ നേരം കൊണ്ട് 2 ഫുള്ള് വാങ്ങി അടിച്ചൂടെ? കളി തുടരട്ടെ. വീണ്ടും തോൽവി. പറയൂ, എന്തുണ്ട് ഇനി കയ്യിൽ? ഞങ്ങളുടെ അനുജൻ വില്ലാളി വീരൻ അർജുനൻ ബ്ലാക്ക്ബെറിയോട് കൂടിയത്. ബില്ലടക്കാൻ പണമില്ലാതെ നടക്കുന്ന ഈ വീരനെ നമുക്ക് വേണ്ട ചേർത്ത ദ്രൗപദീനെ പണം വെക്കി. എന്നിട്ട് വേണം വസ്ത്രാക്ഷേപം. നിന്റെ തലമണ്ട ഞാൻ മുരിങ്ങാക്കോലുകൊണ്ട് അടിച്ച് പൊട്ടിക്കും. ബ്ലാക്ക്ബെറി ഒഴിച്ച് മറ്റെന്തുണ്ട് നിലയിൽ? എങ്കിലിതാ എന്റെ കീഴിലുള്ള ചെക്കപ്പിന്റെ മുഴുവൻ മെമ്പർമാരെയും ഞാനിതാ അടിയറവ് വെക്കുന്നു. ഈ വില്ലാളി വീരന്റെ അമ്പും വില്ലും കൊണ്ട് നമുക്ക് തേങ്ങ പറിക്കാം. ദുര്യോധന മഹാരാജ വീണാൽ വീഴട്ടെ. എന്താണ് പടു? ഒന്നുമില്ലടോ, പുറത്തുനിന്ന് ദുശാസനം പറഞ്ഞു വിട്ടതാ. വസ്ത്രാക്ഷേപത്തിന് സമയമായോ ചോദിക്കുന്നു. അമ്മേ പ്രിയദർശിനി, ഇന്നാരെയാ ഇതു കണി കണ്ടത്? കണ്ണാടിയാണോ? ഇന്ന് മുഴുവൻ താഴോട്ടേക്കാണല്ലോ. പറയൂ, ഇനി എന്തുണ്ട്? ഇനി ദ്രൗപദി മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾക്ക് തന്നെ തികയുന്നില്ല. വാ ദ്രൗപദി. ഇനി ദ്രൗപദി എനിക്ക് സ്വന്തം. നമുക്ക് സ്വന്തമെന്ന് പറയും ജ്യേഷ്ഠ. ഇത്രയും കാലം ചാറ്റിങ്ങിലൂടെ മാത്രം കണ്ട ദ്രൗപദിയെ ചീറ്റിങ്ങിലൂടെ നാം നേടിയെടുത്തു. പറയൂ ദ്രൗപദി, എന്താണ് നിന്റെ ആഗ്രഹങ്ങൾ? എനിക്ക് ദിവസം 2 നേരം ലുലുവിൽ കറങ്ങാനുള്ള അവസരം ഉണ്ടാക്കി തന്നാൽ മതി. ദുഷ, ഇവിടെ ഈ വസ്ത്രം മാറ്റി ജീൻസും ടോപ്പും ഇടിക്കൂ. ഈശ്വര, ദൈവം എനിക്ക് കണ്ണ് തന്നിരുന്നെങ്കിൽ. കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടാ. ഏത് നമ്മുടെ ചായക്കടക്കാരൻ കൃഷ്ണനോ? അല്ലടാ, അവതാരങ്ങളിൽ അവതാരം. ഇതാ കാണ് ആ വിശ്വരൂപത്തെ. മുടിയിൽ പീലി വെച്ചെന്ന് കരുതി ഇമാതിരി തോന്നിയാസത്തിന് ഞാൻ കൂട്ടു നിൽക്കില്ല. നിന്നെ ഞാൻ ഇക്കിളിയാക്കി കൊല്ലുവാ. ഒരുത്തൻ തലയടിച്ചു പൊട്ടിച്ചു, മറ്റൊരുത്ത് ഇക്കിളിയാക്കി കൊന്നു. മീറ്റിങ്ങിന്റെ കാര്യം എന്തായോ ആവോ. മീറ്റിങ്ങിന് ബില്ല് കൊടുക്കാനുള്ള നേരമായി. ഞാൻ പോട്ടെ. നിനക്കോ മകനെ ദുരു, യുധിഷ്ഠിരൻ പണയം വെച്ച വസ്തുക്കളെല്ലാം തിരിച്ചു കൊടുക്കൂ. പക്ഷേ ഡാഡ്, ഒന്നും പറയണ്ട, എല്ലാം തിരിച്ചു കൊടുക്കൂ. അതിന് പകരം ഇവർ കാട്ടിൽ അലയട്ടെ. 12 വർഷം കാട്ടിനുള്ളിൽ കഴിയട്ടെ. ബ്ലാക്ക്ബെറി ബില്ലടിച്ച് തന്നാലും മതി. ദ്രൗപദി, നമുക്ക് ഹണിമൂൺ കാട്ടിലാക്കാം. വന്യമൃഗങ്ങളെയും മുഴുവൻ കണ്ടു തീർക്കാം. കഴിഞ്ഞ 5 കൊല്ലമായി നിങ്ങൾ 5 വന്യമൃഗങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഭീമ വിഷമിക്കല്ല. തീറ്റയൊന്നു കുറച്ചാൽ ആരും കളിയാക്കിയല്ല. കാടാ നല്ലത്. ഇഷ്ടം പോലെ മാനിറച്ചി കഴിക്കാലോ. സമയം കളയാതെ ഇറങ്ങാം അനുജന്മാരെ. വേഗം സ്ഥലം കാലിയാക്കൂ. ചലോ ചലോ പോലീസ്. ജയ് ബോലോ പാണ്ഡവ പടാക്കി. ജയ് ബോലോ പാണ്ഡവ പടാക്കി.